ഹലോ ഹായ്. അപ്പം ഞാനിന്ന് കോളിഫ്ലവർ പൊരിക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ആദ്യം കട്ട് ചെയ്തൊന്ന് തിളച്ച വെള്ളത്തിലിട്ടെടുത്തേണ് ഉപ്പിട്ട്. അപ്പോൾ ഇതിൽ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടത് കോൺഫ്ലവർ ഒരു 3 സ്പൂൺ ഇടാം. പിന്നെ വേണ്ടത് മൈദ ഒരു 2 സ്പൂൺ മതി. പിന്നെ വേണ്ടത് കടലപ്പൊടിയാണ്. കടലപ്പൊടി ഒരു 3 സ്പൂൺ ഇടാം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരിയാണ് കേട്ടോ മുളക് പൊടി. ഉപ്പെടുത്തില്ലല്ലോ. ഇത് ഫുഡ് കളറാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇതൊരു ഇടുമ്പോൾ ഒരു കളറായിരിക്കുള്ളൂ, അതാണ് ഇതിന്. ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം. പതിയെ ഇങ്ങനെ കുടഞ്ഞെടുക്കാം. പിന്നെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ കുടഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാനായിട്ട്. പിന്നെ കളർ മാറി തന്നെയാണ്. അതുപോലെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് കണ്ട. ഇപ്പം എല്ലാം മിക്സായി. അധികം വെള്ളം ഒഴിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല, മിക്സായി. പിന്നെ ഇത് തന്നെ വേറെ രീതിയിലും ചെയ്യാം. മാവാക്കിയിട്ട് അതിൽ മുക്കി പൊരിക്കും, അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യണത്, പൊരിച്ച് കാണിക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്, സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കണം. അതിൽ നമുക്ക് ഓരോ പീസിട്ട് കൊടുക്കാം. ഇതൊക്കെ 2-3 ടൈപ്പ് പൊരിക്കാൻ ടൈമൊക്കെ. ഞാൻ പൊരിക്കണതൊന്നും ഇങ്ങനെയാണ്. പിന്നെ മാവാക്കിയിട്ട് പൊരിക്കണതുണ്ട്, അതും ഉണ്ട്. അതും ടേസ്റ്റാണ്, ഇങ്ങനെ ചെയ്യണതും ടേസ്റ്റാണ്. അതേ മൊരിഞ്ഞിട്ടുണ്ട്. കൊണ്ടാ ഇത്രയേ ഉള്ളൂ കോളിഫ്ലവർ പൊരിക്കാൻ, അധികം പാടൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം പൊരിച്ച് കഴിഞ്ഞു. കട്ടൻ ചായ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.